ഇത് സ്കൂൾ ബസ് വന്ന് കിടക്കുന്ന വീഡിയോ ആണ്. ഒന്ന് നോക്കുക. ഒരു തിരിക്കാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിൽ ഈ വഴി അധപ്പതിച്ചു പോയി. എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും കൂടി തീരുമാനിക്കുക. ഒരു ലോറി വന്നപ്പോൾ താഴ്ന്ന ഈ വഴി രണ്ട് സൈഡും ഇതുപോലെ കുഴിച്ച് ഇട്ടിട്ടാണ് ഇതുപോലെ സംഭവിച്ചത്. നമസ്കാരം, പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കണ്ട കാഴ്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 18-ാം വാർഡ് എള്ളുകാലയിലെ കാഴ്ചയാണ്. ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഭവമാണ്. അവിടെ ലോഡും കൊണ്ട് വന്ന ലോറി അതിൻ്റെ 4 വീലും താഴ്ന്ന ഒരു കാഴ്ചയും കൂടെയാണ്. കാരണം അവിടെ ജലജീവൻ മിഷൻ്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത് ഒരു സൈഡ് മുഴുവൻ മോശമായി കിടക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. എന്നാൽ ഈ കഴിഞ്ഞ കാലത്ത് അതിൻ്റെ വലത് സൈഡും കൂടെ ഇതുപോലെ തന്നെ കേബിൾ ഇടാൻ വേണ്ടി വീണ്ടും കുഴി കുത്തി. അത് കാരണം ദുരിതത്തിലായത് ആ നാട്ടിലെ ജനങ്ങളാണ്. കാരണം അവരൊക്കെ പരാതി പറഞ്ഞ് മടുത്ത് ഏറെക്കുറെ ഒരു 10-15 വർഷമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ആകപ്പാടെ ഒരു വാർഡിക്കൂടെയുള്ള ഒരു PWD റോഡാണ് എള്ളുകാലയിലേക്കുള്ള ആ റോഡ്. അത് നന്നാക്കാൻ വേണ്ടി നിരവധി തവണ പല പ്രാവശ്യം അധികാരികളെ ബന്ധപ്പെടുകയും അധികാരികൾക്ക് അപേക്ഷ കൊടുക്കുകയും സാധാരണ ഒരു പഞ്ചായത്ത് റോഡ് പോലെ ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും അവിടെ നടത്താൻ പറ്റുമില്ലാത്തൊരു സാഹചര്യമാണ്. PWD റോഡിൽ പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ ആ വാർഡിലെ മെമ്പർക്കാർക്കും. കാരണം നാട്ടുകാർ മുഴുവൻ പരാതി പറയുന്നത് മെമ്പറോടാണ്. അപ്പം നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ചയിലേക്കൊന്ന് പോകാം. ഇന്ന് രാവിലെയാണ് പുതുപ്പള്ളി എള്ളുകാല നിവാസികളെ മുഴുവൻ ദുരിതത്തിലാക്കിയത്. കാരണം കനത്ത മഴയോടൊപ്പം തന്നെ ലോഡുമായിട്ട് വന്ന ലോറിയാണ്. സാധാരണ ചെറിയ ടിപ്പറുകളൊക്കെ സാധാരണ ഈ റൂട്ടിലോട്ട് വരാറുള്ളൂ. ഇവിടുത്തെ വഴിയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ചെറിയൊരു വീതി കുറഞ്ഞ വഴിയാണ്. പക്ഷേ ഇത് PWD റോഡാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡിൻ്റെ നടുക്കോടെ മധ്യഭാഗത്തോടെ ഒരു PWD റോഡ് വന്നിരിക്കുന്നത് ഈ എള്ളുകാലയിലാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഏറെക്കുറെ 10 വർഷത്തോളമായിട്ട് ദുരിതത്തിലാണ്. കാരണം ജലജീവൻ മിഷന്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത് ഒരു സൈഡ് മുഴുവൻ വെട്ടി ഒന്നാമത് വീതി കുറഞ്ഞ റോഡും കൂടെയാണ്. അതിൻ്റെ തകർച്ച പൂർണ്ണമായി ഏറെക്കുറെ 5 വർഷത്തോളം കിടന്ന സമയത്താണ് അതിൻ്റെ മറു സൈഡിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേബിൾ ഇടാനും കൂടി വഴി വെട്ടിപ്പൊളിച്ചു. ആ സമയം അതുകൊണ്ടാണ് 2 സൈഡും തകർന്ന് കിടക്കുകയാണ്. ആ സമയത്താണ് ഈ ഭാരവുമായിട്ട് വന്ന ലോറി ഇവിടെ 2 സൈഡിലെയും വീല് താഴ്ന്നു കിടന്നത്. അത് കാരണം ഇവിടെയുള്ള വീട്ടുകാർക്ക് കുട്ടികളെ സ്കൂളിൽ വിടാനോ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോകത്തില്ല. അത് കാരണം രാവിലെ അവർക്ക് ജോലിക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് വന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അമ്മച്ചിക്ക് ഒരു മേലാഴി വന്നു, എന്നാ ചെയ്യും? പുതുപ്പള്ളി കവലയോട് ഏറ്റവും തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് എള്ളുകാല. ഏറെക്കുറെ 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ PWD റോഡ് എത്രയും പെട്ടെന്ന് അധികാരികൾ മുൻകൈ എടുത്ത് ഇതിന് വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കണം. കാരണം ഇനിയിപ്പം വലിയ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കുരുങ്ങും. ഇവർക്ക് മറ്റു വഴികളൊന്നുമില്ല, മറ്റു സ്ഥലത്തേക്ക് കടന്നു വരാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പുതുപ്പള്ളി കവല തൊട്ട് ഈ റോഡിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും താർന്നു കിടക്കുകയാണ്. ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ഇതുവരെ ഈ ഭാഗത്തേക്ക് നടന്നിട്ടില്ലെന്നുള്ളതാണ്. കാരണം പഞ്ചായത്തിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. PWD റോഡാണെന്നും പറഞ്ഞ് പഞ്ചായത്തിന് ആ റോഡിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും കൂടെയാണ്. അത് കാരണം ഇപ്പം മെമ്പർമാരൊക്കെയാണ് ദുരിതത്തിലാകുന്നത്. കാരണം നാട്ടുകാർ മുഴുവൻ പരാതി പറയുന്നത് മെമ്പറോടല്ലേ. അപ്പോൾ ഒരു മെമ്പർ മാത്രം തീരുമാനിച്ചാൽ ഈ റോഡിന് പരിഹാരമാകത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA കൂടെ ഇതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഈ റോഡിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുതുപ്പള്ളി ടുഡേ ലൈവ്.